ആടെ നീ പറയടാ എന്നിട്ട് ഡാനിയെ ഈ കൊല്ലം 8 വരുന്നല്ലടാ ഒരു അണുക്കല്ലോ പഠിക്കണ്ടേ നമ്മുടെ കുടുംബസംഗമവും ഒക്കെ കൂട്ടിയിട്ട് പൂശുണ്ടാ അതും 10-ാം കൊല്ലവും 10-ാം തീയതിയും കൊറോണയാണ് ലോക്ക്ഡൌൺ നിനക്കറിയാൻ നീ ഈ ലോകത്തൊന്നല്ല ജീവിക്കടാ സംഭവമൊക്കെ റെഡിയാണ് കൊറോണയാണ് പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ പരിപാടികളും അതിന് മുമ്പത്തെ പരിപാടിയൊക്കെ ആലോചിക്കുമ്പോഴേ ഭയങ്കര മിസ്സിങ് നീ ഒന്ന് ആലോചിച്ചത് വിഷമം എനിക്കൊണ്ട് എന്ത് ചെയ്യാനാണ് സ്റ്റേജ് പരിപാടി ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും വരാനും പറ്റില്ല എന്ത് കണ്ടാ പിന്നെ നീ സീക്കോടൊക്കെ ആസ്ഥാന കാരണല്ലേ നീ പറയുന്നതിൽ ഐഡിയ അത് നീ അങ്ങനെയൊന്നും പറയണ്ട നീ പുത്തൂര് തുറവണ്ട ലേബിൽ നോക്കുമ്പോ നീ എന്നെ കയറുന്നര് അപ്പൊ നീ അങ്ങനെ സ്കൂട്ടാവണ്ട നീ ഒരു വഴി കണ്ടു പിടിക്കട്ടെ നമുക്കൊരു കാര്യം അവനാകുമ്പോ കുറെ ഐഡിയ ഉണ്ടാവല്ലോ അവനെ കണ്ടില്ല ഓക്കെ ഡുട്ടു നിനക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ എനിക്ക് ഓക്കെ ഇവിടെ എല്ലാം പ്രശ്നം വലിയ പ്രശ്നമൊന്നുമില്ല എന്താ പോലെ നിനക്കൊരു വിഷമം എന്താ പ്രശ്നം നാട്ടിൽ വരാനുള്ള ടിക്കറ്റ് എടുത്ത് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുന്നു പക്ഷെ എന്താ പറയാ ഒന്നും നടന്നില്ല ഇപ്പൊ നാട്ടിൽ വരണമെന്നും പെരുന്നാളും 8-ാം പെരുന്നാളൊക്കെ അടിച്ച് പൊളിക്കുന്ന വിചാരിച്ചതാ പക്ഷെ എന്താ ചെയ്യാ എല്ലാം കൊറോണ കൊണ്ടുപോയില്ലേ ഇപ്പൊ എന്നാണോ നാട്ടിൽ വരാൻ പറ്റുക ഒന്നും അറിയാൻ പാടില്ല അത് നിനക്ക് വിഷമം തന്നെയാണല്ലേ എനിക്കത് തന്നെയാടാ ഇപ്രാവശ്യം ചടങ്ങുകളൊന്നും ഇല്ലെങ്കിലും എങ്ങനെയും പരിപാടികൾ ഒപ്പിക്കണടാ എന്തെങ്കിലും പരിപാടികൾ ഒപ്പിക്കണം അതിനാണ് നിന്നെ വിളിച്ചത് നിന്റെ കയ്യിൽ വല്ല ഐഡിയ ഉണ്ടാ ഉണ്ടെങ്കിൽ ജോർജാണ് എന്തെങ്കിലും ഐഡിയ പറഞ്ഞു കൊടുക്കും എന്തായാലും ഇപ്പൊ എനിക്കൊന്നും കിട്ടണില്ല നിങ്ങൾ ഡിസ്കസ് ചെയ്യും ഞാനേ ഇപ്പൊ വരട്ടാ കുറച്ച് പണിയുണ്ട് നമുക്ക് ഫ്രാൻഡിനെ വിളിക്കാം അവൻ മറ്റേ നമ്മുടെ കമ്മിറ്റിയിലേക്ക് ഉള്ളതല്ലേ അപ്പൊ അവനെ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഉഷാറാ അത് കൊള്ളാം ഞാൻ അവനെ വിളിക്കാട്ടാ ഒരു മിനിറ്റാ നിങ്ങൾക്ക് എവിടെയാ കൊറോണ കാരണം ഇപ്പൊ പരിപാടിക്ക് ഇറങ്ങാൻ പറ്റില്ല എവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല ഒറ്റയ്ക്കാണ് ബ്രാൻഡായിട്ട് വരിക ഇവിടെ അടുക്കള പടിയിൽ എവിടെ മീൻ മറച്ചാൻ വെച്ചേക്കോ പറയും എന്താ വിളിച്ചേ ഒന്നുമില്ലടാ നമ്മുടെ ഇന്ന് ഈ കൊല്ലം നമ്മുടെ പുത്തൂര് പറയുന്ന കുടുംബസംഗമത്തിന്റെ 10-ാമത്തെ വർഷമല്ലേ എന്ത് പറ്റി കൊറോണ കാരണം കാര്യങ്ങൾ നടക്കില്ല പക്ഷെ എന്നാലും നമുക്ക് എന്തെങ്കിലും പരിപാടി ചെയ്യണം 8-ാം പെരുന്നാൾ കുഴപ്പമില്ല നമുക്ക് ചെയ്യാം പരിപാടി എന്തെങ്കിലും സെറ്റ് ചെയ്യാം കുഴപ്പമില്ല ഈ കണ്ണടച്ച് ആലോചിക്കേ എന്തെങ്കിലും കിട്ടും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് കിട്ടൂടാ കിട്ടും അതെ ഞാൻ ആലോചിച്ചിട്ടൊന്നും പറയാം ഒരു സാറ് ഉറക്കാൻ പറ്റില്ല കാര്യങ്ങളുണ്ട് കേട്ടോ ഒന്നായി പിന്നെ വരാം ഓക്കെ അവന്റെ ചാള മൂഞ്ചിടാ നമുക്ക് സുനീനെ വിളിച്ചോക്കട്ടാ അത് നല്ലത് വിളിക്കും സുനി നമ്മുടെ കുടുംബസംഗമത്തിന്റെ 10-ാം വാർഷിക ഈ വർഷം നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്തായാലും ചെയ്യണം എന്റെ എല്ലാവിധ സഹായങ്ങളും ഞാൻ ചെയ്യും പോരാ എടാ അത് ഞങ്ങൾക്ക് അറിയാടാ അതല്ല കുഴപ്പം കൊറോണല്ലേ സ്റ്റേജ് പരിപാടി നടക്കില്ലല്ലോ അതാ അങ്ങനെ ഒരു കുറിച്ച് ഇതിന്റെ ഇടയിലുണ്ടല്ലേ ഇനിയിപ്പോ എന്ത് ചെയ്യാ അത് ഞാനാണെങ്കിൽ അത് ആലോചിച്ചില്ല അല്ലടാ നമ്മുടെ പിരിച്ചേട്ടനൊന്ന് വിളിച്ചോളൂ അപ്പം വിചാരിച്ച ചിലപ്പോ എന്തെങ്കിലും ഒരു വഴി കിട്ടാണ്ടിരിക്കില്ല കാരണം പോലെ അല്ല വയറു നേരത്തെ ബുദ്ധിയുള്ള മനുഷ്യനെ ഒന്ന് വിളിച്ചോക്കടാ ചിലപ്പോൾ കിട്ടിയാലോ എന്താടാ ഒരെണ്ണത്തിന് പണിയൊന്നുമില്ലേ അല്ല ചെറിയ നിന്നെ ബാങ്കിന് പുറത്താക്കിയ പോട മരമാക്കി എനിക്ക് ജോലിക്കുണ്ട് 8-ാം പെരുന്നാൾ നമ്മള് ഹരത്തിൽ നിൽക്കുന്നല്ലേ അതുകൊണ്ടാ വേറൊന്നല്ല നിനക്കല്ല പ്രാന്തണ്ടാ കൊറോണയാണ് ഒന്നും നടക്കാൻ പോണില്ലേ അതൊക്കെ ശരിയാണ് പക്ഷെ ഇക്കൊല്ലം നീ ആലോചിക്കുക നമ്മുടെ കുടുംബവർഷത്തിന്റെ 10-ാമത്തെ കൊല്ലാണ് അതൊരു സ്പെഷ്യൽ കേസല്ലടാ അപ്പൊ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ സുനിയെ നിനക്ക് വട്ടായ ആൾക്കാരിൽ കാശിലാണ്ട് കിളി പോയി നടക്കുക ബാർബർ ഷോപ്പിന് പോകാൻ പോലും പറ്റാൻ നടക്കുന്നു മുടി കെട്ടാൻ പറ്റുന്നില്ലേ അപ്പോഴാണ് 10-ാം വാർഷികം ഒന്ന് പോയേ അവിടെ നിന്ന് അതെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അല്ല 5 മിനിറ്റ് ഞാൻ പോരാ ഒരു ചെറിയൊരു കാര്യമുണ്ട് എന്താണ് അങ്ങനെ പറയാൻ പോയേ അവൻ പോയതുണ്ടല്ലടാ സുനി പോയതുണ്ടാ നീ അങ്ങനെ പറഞ്ഞാണ്ടാ പോയെന്നോണ്ടിട്ടാ തേങ്ങൻ അവനെ കാണാൻ കൊണ്ട് കൊല്ലം കുറയില്ലേ ഇതേപോലെ ആണെങ്കിൽ അവൻ രാജ്യം വിട്ട് പോണ സമയം കഴിഞ്ഞു അവൻ വല്ല കക്കൂസി പോയതായിരിക്കും ഇതാ നമ്മുടെ ഫ്രാൻഡിനെ വിളിച്ചാ ഞാൻ അവനെ വിളിക്കാട്ടാ ഒരു മിനിറ്റാ എന്താ പ്രശ്നം ചാള അത് മുഞ്ചിക്കോട്ടെ ചാളയല്ല പ്രധാനം ഇതാണ് പ്രധാനം എന്തായി കാര്യം കൂടി മനയാ ഒന്നും ആയിട്ടില്ല നിങ്ങൾ ആലോചിക്ക് ഞാനിപ്പോ വരാം സുനി വിളിക്കണ്ട ഒരു മിനിറ്റാ ഞാൻ അവനെ ആഡ് ചെയ്യാട്ടാ ഒരു മിനിറ്റ്
സുനിയ നിനക്ക് എന്തൊരു മാറ്റം? ഡാ നീ അതിന് മുടി വെട്ടിയേ ബാർബർ ഷോപ്പ് പോയാ? ഇല്ല, ഞാൻ വീട്ടിൽ തന്നെ വെട്ടി ട്രിമ്മർ വെച്ചിട്ട്. റെനി, നീയല്ലേ പറഞ്ഞേ ബാർബർ ഷോപ്പ് തുറക്കാത്ത കാരണം മുടി വെട്ടാൻ പോലും പറ്റാത്ത കാലാണ്. ദേ ബാർബർ ഷോപ്പ് തുറന്നില്ല, ഞാൻ എന്റെ മുടി വെട്ടി. കാണ്. അമ്പട വീര സണ്ണിക്കുട്ട. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, വേണമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാലേ ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു വഴി തുറന്നു കിട്ടും. പക്ഷെ വേണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണം. സ്റ്റേജിലടാ അതല്ലേ കുഴപ്പം, കൊറോണയും മാങ്ങാത്തൊലി. നമുക്ക് ഓൺലൈനായിട്ട് പരിപാടി അടിച്ച് പൊളിച്ചാലാ. എപ്പോഴും സ്റ്റേജ് അല്ലേ, ഒരു മാറ്റൊക്കെ വേണ്ട ഇടയ്ക്ക്. ഇപ്രാവശ്യം നമുക്ക് ഓൺലൈനായിട്ട് പൂശാലേ, എന്തേ? അത് കൊള്ളാം. പാടേണ്ടവർക്ക് പാടാം, ആടേണ്ടവർക്ക് ആടാം. എല്ലാം വീട്ടിലിരുന്നു. ഗോ കൊറോണ ഗോ. അത് കൊള്ളട്ടെ, നല്ല ഐഡിയ. ആർക്കും പൈസ ചെലവില്ല, പുറത്തിറങ്ങി നടക്കും വേണ്ട. സൂപ്പർ ഐഡിയ. കുഴപ്പമില്ല, നല്ല ഐഡിയ. പക്ഷെ ആരൊക്കെ പരിപാടി എടുത്തിരുന്ന കാര്യം തപ്പണ്ടേ? ആരെ അവതരിപ്പിക്കും? നമുക്ക് എല്ലാവരും വിളിക്കാം, എല്ലാവരും എടുത്ത് പറയാം, എല്ലാവരും സഹകരിക്കടാ, വിളിക്കാം. വിളിയടാ, എല്ലാരും വിളി. ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത സകിലടിച്ചൊരു മുകില പാടി നഗര മുകളിൽ മംഗളങ്ങൾ കുരമയായി കുഴലുമായി കൊടുമുടി കൊടുക്കലോ എടാ അഞ്ചേടാ, ഇത് നോക്കി നീ പ്രോഗ്രാമിന്റെ ലിസ്റ്റ് റെഡിയാടാ. 8-ാം പെരുന്നാളിലെ ഈ കൊല്ലത്തെ പ്രോഗ്രാം പടക്കണ്. കംപ്ലീറ്റ് ലിസ്റ്റ് പ്രോഗ്രാം ഉണ്ടാക്കി. സംഭവം ഉഷാറാക്കാണ്. അതെ, ഫൈനലി CK എന്ന ചങ്ങാതിക്കൂട്ടം അവതരിപ്പിക്കുന്നു 8-ാം പെരുന്നാൾ സെലിബ്രേഷൻ ഓൺലൈനിലൂടെ. ഇതൊരു ചരിത്ര സംഭവമാണ്, ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. വരൂ, ആസ്വദിക്കൂ. ഇറ്റ്സ് എ സൈൻ ഓഫ് യൂണിറ്റി, സൗഹൃദങ്ങളുടെ ഒരു ഒത്തുചേരൽ. വെൽക്കം ടു ദി ഷോ. ചത്തുപോയ നിന്റെ ചേട്ടൻ ചെകുത്താൻ ലാസറല്ല, അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പൻ കപ്പും കൊണ്ടേ പോവത്തുള്ളൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാറ്റിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേന്തി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയായി രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി നാഥാതാരാ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാറ്റിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ചങ്കായ 8-ാം പെരുന്നാൾ ഇതാ വീണ്ടും വന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ 8-ാം പെരുന്നാൾ കഴിഞ്ഞു, ഈ വർഷം വീണ്ടും കൂടാമെന്ന് പറഞ്ഞ് പിരിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യം മുൻകൂട്ടി കാണാൻ കഴിയില്ലല്ലോ, എങ്കിലും വിചാരിച്ചില്ല.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ എട്ടാം പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ ഔദ്യോഗികമായി വേണ്ടാന്ന് തീരുമാനിച്ച് എല്ലാവരും കൊറോണയെ പേടിച്ച് ബ്രേക്ക് ദ ചെയിൻ ആ പ്രിൻസിപ്പിൾ പാലിച്ച് അവരവരുടെ വീടുകളിലിരുന്ന് കഴിയാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ തരത്തിൽ ഒരു സംരംഭം നമ്മുടെ പുതിയ ജനറേഷൻ പിള്ളേരെ അല്ലെങ്കിൽ കുട്ടികൾ മുന്നോട്ട് വന്നത്. വളരെ സന്തോഷം തോന്നി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ ഒരു കാലഘട്ടത്തിലോട്ട് പോയി. വളരെ ചുരുക്കം പേർക്കേ അറിയുള്ളൂ. നമ്മളുടെ തറവാട്ടിലെ സമുദായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ഓരോരോ വീടുകളിലെ പ്രാർത്ഥന ചൊല്ലുക, അതിനെ തുടർന്ന് പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടായിരുന്നു. അതായത് നമ്മളുടെ അപ്പാപ്പൻ, എൻ്റെ അപ്പാപ്പൻ, വറുതപ്പാപ്പൻ, അപ്പാപ്പൻ അനിയൻ, ചാക്കുണ്ണി അപ്പാപ്പൻ, ഔസേപ്പപ്പാപ്പൻ, യൂനിപ്പാപ്പൻ, തേനാങ്കല കൊച്ചപ്പൂല്, അങ്ങനെ ആ ഒരു പരമ്പര. അത് കഴിഞ്ഞിട്ട് അത് 1970 അത് നിന്നുപോയി. കാരണം വേറൊന്നുമല്ല, പരസ്പരമുള്ള മത്സരവും ഞാനാണോ നീയാണോ വലുത് എന്നുള്ള ആ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് അത് പയ്യെ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപീകരിക്കുകയും പിന്നീട് അത് നിന്നുപോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അപ്പാപ്പന്മാരുടെ താഴ്വഴിയായ നമ്മുടെ അപ്പൻ ഔസേപ്പളപ്പൻ, ആക്കോളപ്പൻ, ആ ഒരു ഗ്രൂപ്പ് ആളുകളും അത് ഏറ്റെടുത്ത് മുന്നോട്ട് വരികയുണ്ടായില്ല. ഏതായാലും നമ്മുടെ ജനറേഷനായിട്ട് ആ ഒരു പഴയ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഇതിലോട്ട് പോയതായിട്ട് എനിക്ക് തോന്നി. അത് ഓർമ്മയുള്ള വളരെ ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ. ഇളയമ്മ രണ്ടുപേരും, അമ്മായി ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാകാം. എങ്കിലും പിന്നെ വറീസ്, റോസി, ഫ്രാഞ്ചി വരെ ഒരു പക്ഷേ അത് ഓർക്കുന്നുണ്ടാവും. അതിന് ശേഷമുള്ളവർക്ക് ആർക്കും അത് ഓർമ്മയുണ്ടാവില്ല. അപ്പം അന്ന് കാലഘട്ടത്തിൽ നമ്മൾ സെബസ്ത്യാനോസിൻ്റെ പെരുന്നാളും ഔസപിതാവിൻ്റെ പെരുന്നാളിനും അമ്പും വളയും യഥാക്രമം എഴുന്നള്ളിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ശനിയാഴ്ച 2 പെരുന്നാളും ശനി ഞായറാണല്ലോ. അപ്പോൾ ശനിയാഴ്ച ഒരു 10 മണിയോടുകൂടെ നമ്മുടെ കൊടിയേങ്കണ്ടം ഞാരടി എന്ന് പറയും. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്നവരും അതുപോലെ കൊടിയേറ്റും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ വളയുടെ കാര്യം പറയുന്ന പോലെ തന്നെ ഓർമ്മയുടെ ചുരുക്കുക. നമ്മുടെ യാക്കോലപ്പൻ്റെ വീടിരിക്കുന്ന ഭാഗം കഴിഞ്ഞിട്ടുള്ള അവിടെ ഒരു ചെറിയൊരു തട്ടം ഉണ്ട്. അവിടെ ഒരു ഞാറിടാനുള്ളൊരു സ്ഥലവും, അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഔസേപ്പളപ്പൻ്റെ, അതായത് തോമസ് അലപ്പൻ്റെ പഴയ തറവാടിന് മുൻവശത്ത് വലിയൊരു കണ്ടമുണ്ടായിരുന്നു. വലിയ ആഴത്തിലുള്ള കൊടിയങ്കണ്ടെന്ന് പറയാം. അതായത് കൊടിയെന്ന് പറയുന്നത് അതിനകത്ത് വിതയ്ക്കുന്ന വിത്തിൻ്റെ പേരാണ്. അപ്പോൾ അത് കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമായത് കൊണ്ട് ആ വിത്തേ അവിടെ സൂട്ടാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നല്ല പൊക്കത്തിൽ വളർന്ന് വരണം. അതിൽ നിന്ന് മറ്റേ തക വെട്ടി ആ തക എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് മുകളിൽ നിൽക്കുന്ന നെല്ലിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് കാളയ്ക്കോ അല്ലെങ്കിൽ പശുവിനോ തീറ്റയ്ക്ക് കൊടുക്കും. അപ്പോൾ തക വെട്ടാൻ പോകാനൊക്കെ ഞങ്ങൾക്ക് അന്ന് പലപ്പോഴും പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രാഗി കൊണ്ട് പോകാറുണ്ട്. എന്ന് വെച്ചാൽ മുട്ടിനൊപ്പം വെള്ളത്തിൽ നിന്നിട്ട് വേണം അത് വെട്ടി എടുത്ത് കൊണ്ടുവരണം. ഒരു 2 പശുവിനും 2 കാളയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ആ ഭാഗത്തൊക്കെ ബിൽഡിംഗ് വന്നു, മറ്റു കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായതായിട്ട് ആർക്കും ഓർമ്മ തന്നെ കാണില്ല. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഈ സമുദായത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്ത് ഏതാണ്ട് ആ രീതിയിൽ നന്നായി നടക്കുകയാണ്. അത് 10ാമത്തെ വർഷമാണ് തുടങ്ങിയപ്പോൾ. ഇത് അധികം കാലം നീണ്ടു നിൽക്കുമോ ഇല്ലയോ എന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല. അതിനിടയ്ക്ക് ഒരു അഭിപ്രായം വന്നായിരുന്നു, എല്ലാവരുടെ വീട്ടിലും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് നിർത്തിക്കളയാം എന്നും ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അത് അങ്ങനെ വേണ്ട, തുടരണം എന്നുള്ളതിൻ്റെ ഒരു അഭിപ്രായത്തിൻ്റെ പേരിൽ നമ്മളത് വീണ്ടും തുടരാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ വർഷം 8ാം പെരുന്നാളായിട്ട് നമ്മൾ ആഘോഷങ്ങൾ പരിപൂർണ്ണമായി ഗംഭീരമാക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം കൊടി നമ്മൾ ഉയർത്തി. അപ്പോൾ ഈ വർഷം നമുക്കൊരു പന്തലിടണം. അത് എൻ്റെ മനസ്സിലിരുന്ന ഐഡിയ ആണ്. അത് സമയമാകുമ്പോൾ പറയാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പന്തലിട്ടിട്ട് നമ്മൾ പഴയ കാല സ്മരണകൾ ഓർമ്മയിൽ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുത്ത് ഒട്ടും തന്നെ പന്തലും വേണ്ട, കൊടിയും വേണ്ട, ഭക്ഷണവും വേണ്ട, ആഘോഷങ്ങളും വേണ്ട എന്നുള്ള കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ജനറേഷൻ നമ്മൾ എടുത്തെടുത്ത ജോലി തുടരാനായിട്ടുള്ള മട്ടിൽ അത് നിന്ന് പോകാൻ പാടില്ല എന്നുള്ള മട്ടിൽ തികച്ചും IT റിലേറ്റഡ്, അതായത് കമ്പ്യൂട്ടറും മൊബൈല് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി. എന്തായാലും എല്ലാത്തിൻ്റെയും പരമപ്രമാണമായ പ്രധാന പ്രശ്നം, നേട്ടം എല്ലാവരും തമ്മിൽ കാണാനും പരിചയപ്പെടാനും ഓർമ്മ പുതുക്കാനും അങ്ങനെയൊക്കെയാണല്ലോ. ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും മറ്റുള്ള ആഘോഷങ്ങളെക്കാളും പ്രാധാന്യം ഈ കാര്യങ്ങൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതായത് തമ്മിൽ കാണാനും കണ്ട് സംസാരിക്കാനും ഒരുമിച്ചിരുന്ന് ഒരു സംസാരിക്കുന്ന ഫീലിംഗ് ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ
യുവ തുർക്കികൾ ഇങ്ങനെ മുന്നോട്ട് വന്നു. അവരെന്നോട് 2 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, അതിനെക്കുറിച്ച് എന്ത് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തോടെ നല്ലപോലെ അവരെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അവരത് മുന്നോട്ട് പോയി. ഇന്ന് അവർ അതിനെ ഒരു വേദി ഒരുക്കിയിരിക്കുക. അപ്പോൾ അതിനകത്ത് എന്നോട് ഒന്ന് ആമുഖമായിട്ട് 2 വാക്ക് പറയണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ട് അയക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മളെ എല്ലാവരും ഈ മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഇതിനകത്ത് കൊച്ചു കൊച്ചു പരിപാടികൾ, അതായത് സ്റ്റേജ് ഷോ അല്ല, സ്റ്റേജ് ഷോ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ പുറത്തോ നടത്തി അത് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്ത് അത് കമ്പൈൽ ചെയ്ത് ഇപ്പോൾ പലരും കണ്ടു കാണുമല്ലോ നമ്മുടെ വീഡിയോയിലെ കൊറോണ എന്നൊക്കെ പറഞ്ഞ് പാട്ട് കന്യാസ്ത്രീയുള്ള അച്ഛന്മാരൊക്കെ പാടുന്ന രീതിയിൽ നമുക്കും എന്തുകൊണ്ട് ആയിക്കൂടാ എന്നുള്ള നോട്ടിലാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതേതായാലും നല്ലൊരു സംരംഭം തന്നെയാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിനകത്ത് പങ്കെടുക്കുന്നതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും വളരെ ഉപകാരം, വളരെ സന്തോഷം. നമുക്ക് എല്ലാവർക്കും അത് ഇനിയുള്ള തലമുറയ്ക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. അതായത് ആർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാതി പാടില്ല, കൂട്ടുകൂടാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു സന്ദർഭമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ അവരെ ഏറ്റെടുത്ത ഈ പരിപാടി നിങ്ങളെല്ലാവരും പങ്കെടുത്ത് അവർക്ക് എല്ലാവിധ പ്രോത്സാഹനം കൊടുത്തു എന്നറിയുന്ന സന്തോഷം. തുടർന്ന് നമ്മളുടെ ഈ 8ാം ഇടം സംബന്ധമായ പരിപാടികളും വളകൾ എഴുന്നള്ളിക്കലും മറ്റേ സദ്യവട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളും തുടർന്നും കൊണ്ടുപോകണം. അടുത്ത വർഷം നമുക്ക് ഇതുപോലെ ദൈവം അനുഗ്രഹിക്കുകയാണ്, ഇതുപോലെയല്ല പഴയ പോലെ അതിനേക്കാളും ഭംഗിയായിട്ട് നടത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്ക് ഉണ്ട്. പിന്നെ ഇതിനു വേണ്ട എല്ലാ സഹായ സഹകരണവും എല്ലാവരും ചെയ്തെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇതിൻ്റെ മുൻപന്തിയിൽ നിന്ന ആൾക്കാർ ഒരു കാര്യം എന്നോട് പറയുകയുണ്ടായി. നമ്മളുടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന പെൺമരുമക്കളുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വളരെ ഉത്സാഹത്തോടുകൂടെ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വളരെ ആവേശത്തോടും വാശിയോടും താല്പര്യത്തോടും കൂടെ അതൊക്കെ ചെയ്ത് സമയങ്ങളിൽ കൊടുക്കുന്നു എന്ന് പറയുന്ന അതിൻ്റെ പ്രോഗ്രാം നടത്തുകയാർ പറയുണ്ടായി. അത് വളരെ നല്ല സന്തോഷം തന്നെ. കാരണം വെച്ചാൽ അവരും നമ്മുടെ സ്ട്രീം ലൈനിൽ ജോയിൻ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് അത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് നീണ്ടു നിൽക്കുന്നത് തന്നെയാണ് എനിക്ക് പറയാറുള്ളത്. പിന്നെ നമ്മളുടെ ഒരു പ്രധാന കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ പല അടുത്ത ആളുകളും മക്കളും മരുമക്കളും അവരൊക്കെ പുറത്താണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് മറിയമ്മയുടെ ജോജോ ഫാമിലി, ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണെങ്കിൽ ലുട്ടു ഫാമിലി, മറ്റേ ജോഷി, പിന്നെ ജോയിയുടെ മോൻ ജോഫി, മറ്റേ റോസിയുടെ റിനി, ഇനി വേറെ ആരെങ്കിലും പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അവരെല്ലാം എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ അവർ ഇപ്പോൾ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി കൂടെ കടന്നു പോവുകയാണ്. അവർ കിട്ടിയ വിശേഷങ്ങളനുസരിച്ച് അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആർക്കും അസുഖമൊന്നും വന്നിട്ടില്ലെങ്കിലും കൂടെ അവർക്ക് അവരുടെ ദൈനംദിന ജീവിതങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് കുറേ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു. എങ്കിലും ദൈവം സഹായിച്ച് അവർക്ക് ഇതുവരെ ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും പിടിപെട്ടിട്ടില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നമ്മളുടെ പ്രാർത്ഥന ആവശ്യം. ഏതായാലും ഇത്തരണത്തിൽ നമുക്ക് അവരോട് ചെയ്യാവുന്നത്, ദൈവമേ അവർക്ക് ഒന്നും വരുത്തല്ലേ, അവരെല്ലാവരും സേഫായി ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ നമുക്ക് ഓഫർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ കാരണത്തിൽ ഞാൻ ഇതും കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ദിവസ കൂട്ടായ്മ പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈ 10ാമത്തെ 8ാം പെരുന്നാളിൻ്റെ എന്താ പറയുക, ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ആ ഒരു പ്രക്രിയയിലൂടെ നമുക്ക് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിക്കാം. അടുത്ത വർഷം ഒന്നും കൂടെ നമുക്ക് ഒത്തുകൂടാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ പുത്തൂര് വെറുതെ കുടുംബൂട്ടായ്മ അങ്ങ് തുടങ്ങണം. 2020 കേൾക്കുമെന്നറിയാം, സാധനം പൊളിയായിരിക്കുന്നു. പക്ഷേ കൊറോണ ചതിച്ചു. നമ്മുടെ 8ാം പിറന്നാൾ ആഘോഷം കൊറോണ കൊണ്ടുപോയി. നമുക്കറിയാം കൊറോണ ഇല്ലെങ്കിൽ നമ്മൾ ഈ 8ാം പിറന്നാൾ പൊളിച്ചെടുക്കും. പക്ഷേ ആഘോഷം എപ്പോഴും എല്ലായിടത്തും എല്ലാവർക്കും ഉണ്ട്. ഈ കൊറോണ കാരണം നമ്മൾ ആഘോഷങ്ങൾ മാറ്റി വയ്ക്കുന്നില്ല. ഇപ്രാവശ്യം ആഘോഷങ്ങൾ വെറൈറ്റി ആക്കണം. ഓൺലൈൻ ആഘോഷം. നമ്മുടെ 8ാം പിറന്നാൾ ഫുൾ ഓൺലൈനിലാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ടീം CK ചങ്ങാതിക്കൂട്ടം ആണ്. ഈ ചങ്ങാതിക്കൂട്ടത്തിൽ കുറേ യുവതിയുവാക്കളുണ്ട്. ഇവരെല്ലാവരും കട്ട സപ്പോർട്ടാണ്. ആ കട്ട സപ്പോർട്ടിൻ്റെ ബേസിൽ നമ്മളിതാ ഓൺലൈൻ പരിപാടി തുടങ്ങാൻ പോവുക. ഫുൾ ആഘോഷം ഓൺലൈന് എല്ലാവരും ആസ്വദിക്കുക. ഈ CK എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കുറേ യൂത്ത് പിള്ളേരുടെ പരിപാടിയാണ് വന്ന്. ഇപ്പോൾ യൂത്ത് പിള്ളേരുടെ പരിപാടിയുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞു പിള്ളേരുടെയാണ്, പുതിയ തലമുറ. റീസെൻ്റ്ലി നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന നമ്മുടെ കുഞ്ഞു മാലാഖകൾ അവരുടെ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ദയ വരുന്നത്. നിങ്ങൾ കാണുക നമ്മുടെ കുരുന്നുകളുടെ പരിപാടി, ആസ്വദിക്കുക, പൊളിക്കുക. അമ്മ, മാലാഖമാരെന്ന് വെച്ചാ എന്താ? മാലാഖമാരെന്ന് വെച്ചാ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ. അമ്മ, ഭൂമി മാലാഖമാരുണ്ടോ? ഭൂമിയിൽ ഒത്തിരി മാലാഖമാരുണ്ട്. എന്നിലെരിഞ്ഞു തുടങ്ങിയ തീക്കനൽ നെഞ്ചിനകത്ത് പടർന്നു പിടിച്ചത് പടപൊരുതുവാൻ വേറെ പിടിച്ചു കടലിളകി വരുന്നത് പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ തടകിൽ മുട്ടിപ്പിളിച്ചതുപോലെ ഭയം അത് മാഞ്ഞു പോകെ ആത്മാവിൻ പഴുതിലൂടെ തളരുകിൽ ഒരു ശകലമുമിനി പതറുകിൽ ഒരു ചുവടിലും തീയിൽ വാർത്തെടുത്തു വെച്ച ആയുധത്തിന്റെ മൂർച്ചയുടെ വാക്കിലും ഇന്നു 4 ദിക്കിലും ഇരുൾ നിറഞ്ഞുവെങ്കിലും ഒരു താൻ തുടങ്ങി പരാജിതനിയാവുകില്ല ഒരിക്കലും. ഇവിടെ വിധിയെ മറികടന്നു പതിയെ പോയ കാലം ചൂണ്ടെടുത്തത് ഞാൻ പിടിച്ചെടുക്കും അത് തിരികെ. വഴങ്ങില മരിക്കും വരെ ഈ പതനത്തിൽ പടിവാതിലരികെ തിരിച്ചു ഞാൻ നടന്നു തുടങ്ങി ഇനി യാത്ര വിജയത്തിൻ പിറകെ. കണ്ണുനീരിനി വിരാമം കനവുകൾക്കിതെന്തു ഭാരം എങ്കിലും ഞാൻ സഞ്ചരിക്കും അതിർത്തിയല്ലി അന്ധകാരം. നെഞ്ചിടിപ്പിന് ചുടലത്താളം പിടിവിടാതെ ചടുലഭാവം വെടിമരുന്നിന് തീ പിടിച്ചത് പോലെയുള്ളിലൊരു വികാരം. ഒരു മെസ്സേജിനെ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനെ
അല്ലെങ്കിൽ ഒരു നിലപാടിന് പലർക്കും മാറ്റങ്ങൾ സംഭവിക്കാനും മാറ്റങ്ങൾ വരുത്താനും ലോകത്തെ മാറ്റം വരുത്താനും ഒരു ചാൻസ് ഉണ്ട്. ശരിയല്ലേ? യെസ്. അടുത്തതായിട്ട് കോവിഡ് രഹിത ലോകം എന്ന ആശയവുമായി കൊറോണ മഹാമാരിക്കെതിരെ പോരാട്ടത്തിൽ നമ്മളുടെ ഈ പുത്തൂര് വറീദ് കുടുംബ കൂട്ടായ്മയിൽ നിന്ന് അവർ വരുന്നു. ഒരു നിശ്ചല ബോധവൽക്കരണ ക്യാമ്പയിനുമായി. യുണൈറ്റഡ് ഫോർ റീസൺ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. മലയാളമൊന്നായി നിന്നിടും പാരിടും ശലഭമായി മാറിടും പുതുലോകമായി നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. എങ്ങനെയുണ്ട് നമ്മുടെ മാലകുട്ടിയുള്ള പരിപാടി? പടച്ചില്ലേ? കുഞ്ഞെ പിള്ളേരാണെങ്കിലും അവരെ എനർജി ലെവൽ കണ്ട. അതാണ് നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ സ്പിരിറ്റ്. പിള്ളേർ കസറി പൊളിച്ചു തകർത്തു. ഇനി വരുന്നൊരു ഐറ്റം ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല കേട്ടാ. അജാസ്. നിങ്ങൾ വിചാരിക്കും എന്തായി സംഭവം എന്നുള്ളത്. ഇത് ഒരു ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ നെയിമോ ഒന്നല്ല. ഒരു 5 പാണ്ഡവന്മാരെ പോലൊരു ഐറ്റമാണ്. ആരൊക്കെയാണെന്നല്ലേ? അലൻ, ജോയൽ, അമൽ, ഫിൻഡോ, സാമു. നമ്മുടെ യൂത്ത് പിള്ളേരാണ്. യുവമാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് യുവമാർക്ക് തന്നെ അറിയില്ല. പക്ഷെ ചെയ്തു തുടങ്ങിയാലുണ്ടല്ലോ പൊളിച്ചെടുക്കും. അതേപോലത്തെ ഐറ്റാണ് ഇവന്മാരെ കയ്യിലുള്ളത്. നമ്മൾ ഓരോ കൊല്ലങ്ങളും കഴിയുന്തോറും യുവമാരെ വെറൈറ്റി സാധനങ്ങൾ കണ്ടു തുടങ്ങിയതാണ്. ഞങ്ങൾ ചേട്ടന്മാർ ഈ പരിപാടിയുടെ ആലോചന വീഡിയോ ചെയ്യുമ്പോൾ യുവന്മാരും പുറകിൽ എന്തോ പ്ലാൻ ചെയ്യണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് പിന്നീട് പിടികിട്ടി. പക്ഷേ യുവന്മാർ കാണിക്കുന്നൊരു സ്പിരിറ്റ് ഉണ്ട്. സ്പിരിറ്റ് വേറെ ലെവലാണ്, വേറെ വൈബാണ്. യുവന്മാർ ഒരു കിടുപ്പൻ സാധനം പൊളിച്ച് ഇറക്കിയിട്ടുണ്ട്, ഒരു ഷോർട്ട് ഫിലിം. അടുത്ത വരുന്ന ഐറ്റം ടീം CK ചങ്ങാതിക്കുട്ടി മറക്കുന്നു അജാഫിന്റെ നേതൃത്വത്തിൽ ഒരു കിടിലൻ ഷോർട്ട് ഫിലിം. കാണുക, ആസ്വദിക്കുക. ജോലെ നിന്റെ കയ്യിൽ മറ്റേ ബ്ലാക്ക് കണ്ണാടില്ലേ? എനിക്ക് വേണം കേട്ടോ വട്ടത്തുള്ളത്. ഓക്കേ. എടാ സാമു, നിന്റെ കയ്യിൽ മറ്റേ ആ റെഡ് ഷർട്ട് ഇല്ലേ, നീ അന്ന് പരിപാടിക്ക് ഇട്ട ഷർട്ട്, അത് എനിക്ക് വേണം കേട്ടോ. തരണേ? ആടാ. എന്തിനാണ്? ഞാൻ ഗോവയ്ക്ക് ചെറിയ ട്രിപ്പ് കൊണ്ടുവരാ. അല്ലടാ, കോളേജിന് ലാസ്റ്റ് ആയി വേണം പൊളിക്കാൻ വേണ്ടി തകർത്ത് ഫണ്ട് എത്ര ദിവസത്തേക്കൊന്നും ഫണ്ടാണെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അതൊക്കെ അത് ചെറിയ പ്ലാനിങ് ആണ്. എന്താന്നറിയില്ല, നോക്കട്ടെ, സെറ്റാക്കണം. ഞാൻ നടക്കുമെന്ന് അറിയാൻ പാടില്ല. വെറുതെ കാശളയ വേണ്ടി. എടാ, ഈ IV എന്നൊക്കെ പറഞ്ഞാലേ കോളേജിൽ ബിടെക് ലൈഫുകാർക്ക് പറഞ്ഞ സാധനം IV. അതാ എടാ, എന്റെ പോലത്തെ പിള്ളേർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളടാ ഞങ്ങൾ IV പോണെന്നൊക്കെ, ട്രിപ്പും കാര്യങ്ങളൊക്കെ. മനസ്സിലായേ? അത് ഗോവയ്ക്ക് കേട്ടാ. ആദ്യം പോയിട്ട് വന്നിട്ട് വലിയ തൊള്ള പൊളിക്കട്ടാ. സമയമായി വന്ന വീട്ടിൽ പോവാ. എടാ, നാളെ വരുമ്പോ കൊണ്ടുവരാൻ പോ. അസൂയക്കാരൻ. देश के अनेक भागों में लॉकडाउन कर दिया गया है। राज्य सरकार के इन प्रयासों को बहुत गंभीरता से लेना चाहिए।
ഈ കോപ്പല് കൊറോണ എന്ത് ചെയ്യുന്നു? അവസാനത്തെ അരിയും കൂടെ ആയിരുന്നു, എല്ലാം കൂടെ നശിച്ചു. തേങ്ങയുടെ മൂട്. മലയാളം റാപ്പ് റീമിക്സ്. ഞാനിപ്പോ തുരുമ്പെടുത്തിരിക്കുന്ന കൂട്ടിലിട്ട തത്ത, മൂടിന്നു ട്രിപ്പിനു പോകാത്തിതിന് ബത്തൂത്ത. ജോലിയൊന്നും ആയില്ലെന്നു ചൊല്ലി എന്റെ അച്ഛനെന്നും രാക്കാം. കുടുംബത്തിലുള്ളവർ പറയും ഇവന്റെ കാര്യം പോക്കാൻ. തൃശ്ശൂർ പൂരം ഉപേക്ഷിച്ചു. തൃശ്ശൂർ പൂരം ഉപേക്ഷിച്ചു. അപ്പോൾ പാട്ട് പെരുന്നാൾ ആലോചിക്കേണ്ട കാര്യമില്ല. എട്ടാം പെരുന്നാള് തീരെ ആലോചിക്കണ്ട. നമ്മൾ 10ാം വർഷമായിട്ട് നമ്മൾ എന്തൊക്കെ ആലോചിച്ചത്, സൂപ്പറായിട്ട് ആഘോഷിക്കുന്നൊക്കെ ഡിസൈനൊക്കെ എന്തോരം ഉണ്ടായിരുന്നെന്ന് അറിയും. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പോലെ ആഘോഷിക്കാം. ഈ പ്രാവശ്യം എന്താ ഇതായിട്ട് അടിപൊളിയാക്കുന്ന മനസ്സിലാച്ച ഒക്കെ പോയി. കോവിഡ് 19 ഇന്ന് നമ്മുടെ രാജ്യം മുഴുവൻ പോരാടുകയാണ്. പക്ഷെ ഒന്നോർക്കണം, ഹലോ എടാ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞു. എന്ത് ലോക്ക്ഡൗൺ കഴിഞ്ഞുന്നോ? ലോക്ക്ഡൗൺ കഴിഞ്ഞാ? അപ്പോ ന്യൂസിലുണ്ടാ? പറയുന്നുണ്ട്, ന്യൂസിൽ പറയുന്നുണ്ട്. പിന്നെ എന്താ ആലോചിക്കണ്ടേ? എന്തെങ്കിലും ഐഡിയസ് ഉണ്ടെങ്കിൽ പറ, നമുക്ക് നോക്കാം. പ്രശ്നം തകർക്കണ്ടേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ എഫക്റ്റ് ഒക്കെ ഇട്ട്, ഈ പ്രാവശ്യം അടിച്ചു പൊളിക്കണം, വേറെ ലെവലാക്കണം. ഈ പ്രാവശ്യം 10ാം വർഷം കൂടി അല്ലേ, തകർക്കണ്ടേ? എന്തുകൊണ്ടാ ഈ പിച്ചിമേലെ പറയണേ? ഞാൻ പോയി, നീ പോയി പാലോ. ലോക്ക്ഡൗൺ കഴിഞ്ഞില്ലേ? ലോക്ക്ഡൗൺ കഴിഞ്ഞില്ല. ഓടാ എന്നിട്ട് സ്വപ്നമായിരുന്നല്ലേ. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടില്ലല്ലേ നമ്മുടെ 8ാം പെരുന്നാൾ. കുഞ്ഞാളാ, ഈ ലോകത്ത് നിന്ന് മാറ്റി കളഞ്ഞ എല്ലാം സെറ്റാക്കി തന്നെ പഴയ പോലെ. കുഞ്ഞാളാ, കൊണ്ടിരുന്ന ഈ 8ാം പെരുന്നാൾ ഈ കൊല്ലത്തെ നമ്മളെല്ലാവരും നവമാധ്യമങ്ങളിലൂടെയാണ് ആഘോഷിക്കുന്നത്. കൊറോണ വൈറസ് ബാധ മൂലം നമുക്ക് തമ്മിൽ ചേരാനോ ഒത്തുകൂടാനോ ഒന്നും സാധിക്കാത്ത സന്ദർഭത്തിൽ പുത്തൂര് വരിത് കൂട്ടായ്മയ്ക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടു. ഞാൻ പറഞ്ഞില്ലേ, ആ ജാവ്സ് പൊരിച്ചു. യുവന്മാർ കാണിക്കുന്ന ഐറ്റം അതേപോലത്തെ വെറൈറ്റി. ഓരോ കൊല്ലം കഴിയുന്തോറും വെറൈറ്റികളുടെ തിരമാല അടിച്ചുകൊണ്ടിരിക്കുക ജാവ്സ്. വെൽഡൺ മൈ ബോയ്സ്, കട്ട് കാർഡ്സ്. സാധനം സൂപ്പറായിട്ടുണ്ട്.
ഇനി ഒരു സെഗ്മെൻ്റ് ഉണ്ട് നമ്മുടെ അവിടെ. നമ്മുടെ CK-യിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയിൽ മെയിൻ വരുന്ന ഐറ്റാണ് പാട്ട്. എല്ലാവരും പാട്ടുകാരാണ്. ഒരു 10 അടുത്ത ഒരു 9 പാട്ടുകാരാണ്. അങ്ങനത്തെ ഐറ്റാണ് നമ്മുടെ കയ്യിലുള്ള ആൾക്കാർ. പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരു പഴയൊരു പാട്ട് ടീച്ചറുണ്ട്, മർഗിലി ജോസഫ്. അവരുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും ഭൂരിഭാഗം പാട്ടുകാരാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് പുത്തമ്പാന പാടിയിട്ടും പാട്ട് ആസ്വദിച്ചിട്ടും വൈറലായി കുറേ വീഡിയോസ് അവർ ഇറക്കിയിട്ടുണ്ട്. അടുത്ത പരിപാടി ഈ അമ്മാമ്മയും മക്കളും പിള്ളേരും മരുമക്കളും കൊച്ചുമക്കളും കൂടി നിങ്ങളൊരു പാട്ടിൻ്റെ ഐറ്റാണ് വരണം. നിങ്ങൾ കണ്ടു നോക്ക്, സാധനം പൊളിക്കും. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരണമേ. അന്നു ഞങ്ങൾ വിശന്നു വരുമ്പോൾ അപ്പം നൽകണമേ. ആമേൻ ആമേൻ ആമേൻ. ആകാശങ്ങളിലിരിക്കും ഞങ്ങൾ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ഞങ്ങൾ തൻ കടങ്ങൾ പൊറുക്കേണമേ, അങ്ങു ഞങ്ങളെ നയിക്കേണമേ. ഞങ്ങൾ തൻ കടങ്ങൾ പൊറുക്കേണമേ, അങ്ങ് ഞങ്ങളെ നയിക്കേണമേ. അഗ്നിപരീക്ഷയിൽ വീഴാതെ ഞങ്ങളെ രക്ഷിച്ചിടേണമേ. ആമേൻ ആമേൻ ആമേൻ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ.
ഞാൻ ആലോചിക്കായിരുന്നേ, ഡാൻസ് ഇല്ലാണ്ട് എന്തിട്ട് ആഘോഷം. ഡാൻസ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഡാൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സെമി ക്ലാസിക്കൽ, ക്ലാസിക്കൽ, സിനിമാറ്റിക്, അങ്ങനെ വെറൈറ്റി സാധനങ്ങൾ. അതെ, നമ്മളുടെ ഈ പരിപാടിക്ക് ഡാൻസിലാണ്ട് നമുക്കത് തകർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ഡാൻസ് പഠനം പഠിക്കാൻ പോകുന്നു. ആരെന്നല്ലേ, നമ്മുടെ സാൻ മരിയ ജോഷി, നമ്മുടെ പൂരം നഗരിയിൽ നിന്നും ആണ് മോള് കളിക്കാൻ വരുന്നത്. അത് കിടുക്കാച്ചി ഡാൻസ് പറഞ്ഞിട്ടാ, നിങ്ങളത് കണ്ടു നോക്ക്. ഒരു കാര്യം, ഈ ഡാൻസിന് മുമ്പ് ചെറിയ കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ CK-കാരെ മോള് ഒരു ഡാൻസ് വേണം എന്നതിൽ പറഞ്ഞപ്പോൾ ഡബിൾ ഓക്കെ എടുത്തിട്ട് മോള് ഡാൻസ് കളിച്ച് നമുക്ക് അയച്ചു തന്നു. അതിന് കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ചെക്കുണ്ട്, സാൻജോ. ആള് പൊളിയാട്ടാ, പൊളിക്കണ്. അപ്പോൾ ഒരു കിടുക്കാച്ചി ഡാൻസ് നമുക്ക് കാണാം. എല്ലാവരും പടക്കല്ലേ, ഒന്ന് ഡാൻസ് കളിക്കുന്നത് റെഡി ആയിക്കോട്ടെ, എല്ലാവരും പൊളിക്കാം. सच है और क्या है माया, कोई यहाँ समझ नहीं पाया. दुनिया चलती है बस फरेबी से, अपना नहीं रहा है अपना यहाँ मामूली नहीं कोई भी, इस धंधे में गलती भी है सही. दुनिया का है क्या जो कहती है कहे, इस चस्के की भी दवाई है नहीं. जी भर के अब जीने भी रे दीवारे गिरा दे रे, रोके ना कोई हमको यहाँ. सारी झंझट भुला दे रे, थोड़ी सी पिला दे रे, यूं ही घूमे घूमे ये जहाँ. ओ यारा रफ्तारा नचे नचे डंकारा बाजे बाजे धूम धड़ाके हाँ. दीवाने सारे रफ्तारा नचे नचे डंकारा बाजे
എല്ലാവർക്കും നമസ്കാരം. പാവർട്ടി എട്ടാം പെരുന്നാളിനോടനുബന്ധിച്ചുള്ള 10ാമത് പുത്തൂര് വർഗീയ സംഗമത്തിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. നമ്മളെല്ലാവരും ഇക്കൊല്ലം ഒരുമിച്ച് കൂടിയില്ലെങ്കിലും എല്ലാവരും എല്ലായ്പ്പോഴും ഒരുമിച്ച് തന്നെയാണ്. നമുക്ക് വീടുകളിലിരുന്ന് ഒറ്റക്കെട്ടായി COVID-19 അതിജീവിക്കുവാൻ പ്രാർത്ഥിക്കാം. ഓൺലൈനിൽ നമുക്ക് എല്ലാവർക്കും എട്ടാം പെരുന്നാൾ ആഘോഷിക്കാം. സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്തി. എല്ലാവർക്കും നന്ദി. നമ്മൾ ഇതുവരെ കേട്ട നമ്മുടെ ഈ പാട്ടുകാരുടെ പാട്ട് നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പുത്തൂര് പറയുന്നത് കുടുംബ കൂട്ടായ്മ ഇഷ്ടം പോലെ പാട്ടുകാരുള്ള സ്ഥലമാണ്. ഒരു പാട്ടിൻ്റെ ഒരു കലവറ തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് നമ്മൾ പുതിയൊരു ടീമിന് രംഗത്തിറക്കണം. ഒരു ആവനാഴിയിലെ അമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അവരൊരിക്കലും നമ്മളെ നിരാശരാക്കില്ല, ഇവർ തകർക്കും. ആരാന്നല്ലേ, നമ്മുടെ പാവർട്ടിയിൽ നിന്ന് ഒരു വെളിപ്പാടകലുള്ളൊരു സ്ഥലമാണ് പാലുവായി. ഇവിടെ പാലുവായത്തെ മറിയമ്മയുടെയും വർക്കച്ചൻ്റെ കുട്ടികളാണ് പാട്ട് പാടാൻ വരണേ. നിങ്ങളാരെങ്കിലും അവർ പാട്ട് ഇതുവരെ കേട്ടിട്ടുണ്ടോ? അവർ കിടിലം പാട്ടുകാരാ. ഒന്ന് ആസ്വദിച്ച് നോക്കുക ഓരോ പാട്ട്. എൻജോയ്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തിൻ കിളി, പൈങ്കിളി മലർത്തിൻ കിളി, തിന്നലും മകളിയോ കുഞ്ഞു തുമ്പി തമ്പൂരു മീട്ടിയോ, ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തിൻ കിളി, പൈങ്കിളി മലർത്തിൻ കിളി. അരിപ്പഴം പെറുക്കാം പിലിക്കുട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലനാലിക്കുരുവി ഈ വഴിവാ. ആലിപ്പഴം പെറുക്കാം പിലിക്കുട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലനാലിക്കുരുവി ഈ വഴിവാ. അപ്പൂപ്പൻ താഴെയിലൊപ്പിട്ട് കെട്ടുന്ന ചെപ്പടി വിദ്യ കാണാം, തല കീഴായി നീന്താം, തല കീഴായി നീന്താം. അമ്മൂമ്മ വന്ന് കുഴഞ്ഞിട്ടു കെട്ടുന്ന തെമ്മടി വേല കാണാം, കുടമാറ്റം കാണാം, പല കൂട്ടം കൂടാം. കരിമാറാലയിൽ കളിയൂഞ്ഞാലിടാം, കരിമാറാലയിൽ കളിയൂഞ്ഞാലിടാം. കൈയോട് കൈകോർത്ത് കൂത്താടാം. ആലിപ്പഴം പെറുക്കാം പിലിക്കുട നിവർത്തി, ആലിപ്പഴം പെറുക്കാം പിലിക്കുട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലനാലിക്കുരുവി ഈ വഴിവാ. മിനുങ്ങും മിന്ന മിനുങ്ങി മിന്നി മിന്നി തരുന്നതാരേ, വരുമോ ചാരേ നിന്നേച്ചൻ. മിനുങ്ങും മിന്ന മിനുങ്ങി മിന്നി മിന്നി തരുന്നതാരേ, വരുമോ ചാരേ നിന്നേച്ചൻ. പുതുകനവായി മഷിയെഴുതി മെയ്കളിലാദ്യം, ചിറകുകളിൽ കിലുകിലുങ്ങും കരിവളയേകി, മുന്നിൻ ചുണ്ടിൽ കുന്നും തേനും തന്നു മമ്മൂട്ടി. പിച്ച വെച്ച വയ്ക്കാൻ കൂടി വന്നു കൈനീട്ടി. മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തരുന്നതാരേ, വരുമോ ചാരേ നിന്നേച്ചൻ. അങ്ങനെ നമ്മുടെ കുടുംബസംഗമത്തിൻ്റെ പരിപാടികൾ, അത് ഓൺലൈൻ പരിപാടികൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഉഷാറല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? നമ്മുടെ ഈ സ്നേഹത്തെ ഒരു കൊറോണയ്ക്കും തൊടാൻ പറ്റില്ല. കൊറോണയുടെ പോവറേ, ഗോ കൊറോണ ഗോ കൊറോണ. എനിക്ക് തോന്നുന്നു
ഈ വർഷം ആവേശം ഡബിളാണ്. കാരണം നമ്മളെല്ലാ കൊല്ലം സംഗമിക്കുന്ന ഈ പരിപാടിക്ക് ഇക്കൊല്ലം ആർക്കും വരാൻ പറ്റുന്നില്ല. ഒറ്റ കാരണം അറിയാവുന്ന പോലെ കൊറോണ. പക്ഷേ ആഘോഷങ്ങൾക്ക് അല്ലെങ്കിൽ സ്നേഹങ്ങൾക്ക് അതിരില്ല. അതിരിൻ്റെ കവാടം നമ്മളിവിടെ തുറന്നു. ഓൺലൈനിലൂടെ നമ്മൾ ആഘോഷിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹം പരസ്പരം പങ്കുവയ്ക്കുന്നു. അതിന് നമ്മളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതാണ് CK എന്ന ചങ്ങാതിക്കൂട്ടം. ഇതിന് എല്ലാവരും സപ്പോർട്ടുണ്ട് കേട്ടോ. ചെറിയ കുട്ടി മുതൽ മുതിർന്നവരെല്ലാവരും കറക്റ്റ് സപ്പോർട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്തതും ആഘോഷിക്കുന്നതും ആസ്വദിക്കുന്നതും. കാരണം ലോക്ക്ഡൗൺ കാരണം എല്ലാവർക്കും ഭയങ്കര ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊന്ന് മാറുക, നമ്മുടെ ആഘോഷങ്ങൾക്ക് മാറ്റം വരട്ടെ, മാറ്റങ്ങൾ സംഭവിക്കട്ടെ. അതിൻ്റെ ബേസിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഉഷാറല്ല എല്ലാവരും. ഇനി അടുത്തൊരു ഐറ്റം വരുന്നുണ്ട്. അത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, അങ്ങ് കടൽ കടന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഒരു പാട്ടാണ്. ജീജയുടെ ഒരു പാട്ട്. ജീജ പാട്ടിൻ്റെ ഉസ്താദാണ്. ഡുട്ടപ്പനും അതായത് അജിത്തും മോശമല്ല, രണ്ടുപേരും കിടലും പാട്ടുകാരാണ്. ഒരു ഇൻ്റർനാഷണൽ സോങ്, അതായത് കടൽ കടന്നൊരു പാട്ട് ഇത് നിങ്ങളുടെ മുമ്പിൽ ആസ്വദിക്കുക. അപ്പോൾ നമ്മുടെ സൗദിയിൽ നിന്നും കടൽ കടന്നു വന്ന പാട്ട് ഉഷാറായില്ലേ? ജീജയുടെ കിടലം പാട്ട് സംഭവം പൊളിച്ചു, സൂപ്പർ. ഇനി നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയിൽ ഷൈനികം പറയുന്നൊരു ഡയലോഗുണ്ട്. പോലീസുകാരത്തെ ട്രാക്കൊന്ന് മാറ്റി പിടിച്ചേ. ഇവിടെ ട്രാക്ക് മാറ്റാൻ ആരുമില്ല, നമ്മളൊക്കെ തന്നെയുള്ളൂ. നമ്മൾ ഈ ട്രാക്കൊന്ന് മാറ്റി പിടിക്കണം. എല്ലാവരും ആ ട്രാക്കിൻ്റെ ഒപ്പം ഒരുമിച്ച് അങ്ങോട്ട് പോകണോ? സംഭവം ഇത്രേ ഉള്ളൂ. ഈ സംഗീത ലോകത്ത് ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു സ്വീറ്റ് കപ്പിളുണ്ട് നമ്മുടെ ഇടയിൽ. നമ്മുടെ സ്റ്റീഫൻ ചേട്ടന് മെസ്സേജ്. സ്റ്റീഫൻ ചേട്ടൻ ആള് പുലിയ. SSM എന്ന് കൊണ്ടൊരു മ്യൂസിക് സ്കൂളുണ്ട് ആൾക്ക്. ഒരു ലോഡ് പിള്ളേർ ആളുടെ കീഴിൽ മ്യൂസിക് പഠിക്കുന്നുണ്ട്. ആ പിള്ളേരിൽ ഭൂരിഭാഗം എല്ലാവരും അവരവരുടെ സ്കൂളിൽ നല്ലപോലെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്, കപ്പടിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ
മ്യൂസിക് ജീവാത്മാവാണ് എന്ന രീതിയിൽ കൊണ്ടുനടക്കുന്ന ഈ രണ്ടുപേരും, രണ്ടുപേരിൽ പറയുകയാണെങ്കിൽ ഒരാൾ സൂപ്പറാണ്, ഒരാൾ സൂപ്പറായിക്കൊണ്ടിരിക്കുക. അതെ, നമ്മുടെ മേഴ്സേച്ചി. അടുത്ത് വരുന്ന ഐറ്റം ഉണ്ട്, അതായത് മേഴ്സേച്ചിയുടെ ഒരു വെറൈറ്റി ഇൻസ്ട്രുമെൻ്റൽ പെർഫോമൻസ്. കണ്ടു നോക്ക്, സംഭവം പൊളിക്കും. എല്ലാവർക്കും ഈ കോവിഡ് കാലത്ത് 8ാം പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായ 4 സിനിമാ ഗാനങ്ങളുടെ 4 വരികൾ വീതം വയലിനിലും ഗിത്താറിലും ഞങ്ങൾ വായിക്കും. നമുക്കെല്ലാവർക്കും വീട്ടിലിരിക്കാം. നമുക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ചക്കക്കുരു കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാലോ. നമ്മുടെ ആശംസകൾ ഇത്തവണ നമ്മുടെ വീട്ടിലിരുന്ന് ആഘോഷിക്കുന്നു, അതിൽ ഖേദിക്കുന്നു. എങ്കിലും ഈ കൂട്ടായ്മ ഫോൺ വഴി നമ്മുടെ കൊച്ചുമക്കൾ ഒരുക്കിയിരിക്കുന്ന വളരെ സന്തോഷത്തോടെ കാര്യമാണ്. എല്ലാവർക്കും നന്ദി. നമ്മളെല്ലാവരും പാവട്ടുകാരല്ല, നമുക്ക് എന്ത് വന്നാലും കൊറോണ എന്ത് വന്നാലും നമുക്ക് 8ാം പെരുന്നാൾ അടിച്ചു പൊളിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ എല്ലാവർക്കും എൻ്റെ 8ാം പെരുന്നാൾ ആശംസകൾ. എന്തായാലും നമ്മൾ ഭയങ്കര ഭാഗ്യവാന്മാരാട്ടാ. എന്താന്നല്ലേ, നമ്മൾ ഓൺലൈനിലാണ് ഈ ആഘോഷം ആഘോഷിക്കുന്നത്. ഇഷ്ടം പോലെ പരിപാടികളുണ്ട് ആഘോഷിക്കാനായിട്ട്, എല്ലാവരും അത് ആസ്വദിക്കുന്നുണ്ട്. ഞങ്ങൾ ടീം CK ഈ പരിപാടിയെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞങ്ങളൊന്ന് ശങ്കിച്ചു, അല്ലെങ്കിൽ ഒന്ന് ഡൗട്ട് അടിച്ചു. എന്താണെന്നല്ലേ, പരിപാടികളൊക്കെ കിട്ടുമോ ഞങ്ങൾക്ക്, സംഭവം പൊളിയോ, ഒരു സംശയമായിരുന്നു. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ഈ കൂട്ടായ്മ, അതായത് നമ്മളെല്ലാ കൊല്ലവും
ഒന്നിക്കുന്ന കൂട്ടായ്മ എല്ലാവർക്കും വേണം എന്നുള്ളത്. അത് ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഞങ്ങൾ പരിപാടിയുടെ കാര്യം പറയുമ്പോൾ അവർ സ്പോട്ടിൽ തന്നെ റെസ്പോണ്ട് ചെയ്ത് ഞങ്ങൾക്ക് പരിപാടികളാക്കി അവരയച്ചു തന്നിരുന്നു. ഇതിൽ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ കൂട്ടായ്മ എല്ലാവർക്കും ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ ഞങ്ങളും തീരുമാനിച്ചു ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ പരിപാടികളൊക്കെ കണ്ട് നമ്മളോട്ട് ഉഷാറാക്കാണ്. ഇനി നമ്മൾ കുറച്ച് നേരത്തെ മുമ്പ് മാർഗിലിയമ്മയും മക്കളുടെയും ഒരു ക്രിക്കറ്റ് പെർഫോമൻസ് കണ്ടു. അത് പൊളിച്ചടുക്കി. അത് ഒരു തലമുറ, അവരുടെ പിന്നീടുള്ള ഒരു തലമുറ വരുന്നുണ്ട്, യൂത്ത്. അവരും ഈ പെർഫോമൻസിൽ മോശക്കാരല്ല. അപ്പോൾ അവരുടെ കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഏരിയയിൽ നിന്ന് ഒരു പരിപാടി കൊണ്ട് മാത്രം പോരാ എന്ന് ഞങ്ങൾക്കൊരു വാശിയുണ്ടായിരുന്നു. കാരണം പരിപാടി അവതരിപ്പിക്കാൻ ചങ്കോറ്റുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത പരിപാടിയും കൂടിയും അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു പാട്ട് തന്നെയാണ്, അതായത് യൂത്ത് ടീമിൻ്റെ ഒരു മധുര സംഗീതം. പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊരു പാട്ട് ആസ്വദിക്കാം. ഈ 2020 ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പാട്ട് അനിവാര്യമാണോ? എപ്പോഴും പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഈ പാട്ട് ആസ്വദിക്കുക, എല്ലാവരും എൻജോയ് ചെയ്യുക. ഓക്കെ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ആനച്ചന്തം പൊന്നാമ്പൽ ചമയം നിന്നാണച്ചിൽ കണ്ടില്ല. ഉയരിൽ തൊടും തളിർ വിരലാവണേ നീ, അരികെ നടക്കണേ അലയും ചുടുകാറ്റിന് കൂട്ടിടയാ. നെഞ്ചിൽ ഈ നെഞ്ചിൽ മിന്നൽ മിന്നും പോലെ ഒരു തൂവെളിച്ചം, ഓ കണ്ണിൽ ഈ കണ്ണിൻ മുന്നിൽ ഞാൻ എന്നെ കണ്ടേ പുതിയ പൊൻതിളക്കം. തൂമിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ എൻ പൂവൽ കനവിൽ തഴുകാൻ വരൂ. വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർവെയിൽ മലർ തരൂ. പുതിയൊരു പാതയിൽ വിരലുകൾ കോർത്തു അരികളടന്നിടാം കാലമാ. മുഴയുടെ തന്തിയിൽ പകൽ മീട്ടിയ വേളയിൽ കുളിരല തേടുവാൻ മോഹമാ. ഒരു മെഴുതിരിയുടെ നെറുകയിലേറിയ പ്രണയമേ, അരികിൽ വന്നു ഞാൻ. ഒരു സുഖമൊരു വീലൊരുക്കുകയാണ് ഹൃദയമേ, വെറുതെ നിന്നു ഞാൻ. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട, ഓമനപ്പൂമുഖം വാടിടേണ്ട, ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. നീലാ
കൈ ഊരിയാത്രയിൽ തണൽ തേടിയോ മൂളം കൂട്ടിലെ ഇളം പായയിൽ ഇടം തേടിയോ ചെല്ലത്താമരേ ചെറുചിരി ചുണ്ടിൽ ചൂടിയോ തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തുള്ളിയോ അഴകോരും പെൺമൈനേ കൊതിക്കുന്നു ഞാൻ നിന്നെ ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകിയില്ലേ നാമിനുങ്ങേ നിന്നെ തിരഞ്ഞും പൊന്നാമ്പലിലെ മഞ്ഞായലിഞ്ഞും കിനാവേലിൽ പറന്നുയരും പൊന്നാവണിക്കാറ്റാണു ഞാൻ വന്നില്ലേ മെല്ലെ മെല്ലെ വന്നില്ലേ തുൻമുടി മാല നനഞ്ഞില്ലേ മിഴിമുന കൊണ്ടു കറക്കിയില്ലേ സ്നേഹം കൊണ്ടു മയക്കിയില്ലേ രാജ്യത്തെ രാജകുമാരി അതിരില്ല രാജ്യത്തെ രാജകുമാര ആരോരും കാണാതെന്നരികെ വരാമോ അരികിൽ ഞാൻ വന്നാലെന്തു തരും നീ ചിരിമണി മുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരി മുല്ലേ ചെല്ല നിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ കനിമലരെ മുല്ലേ നിന്നെ നീ തനിയെ വേലകളെ മാനേ നിന്നെ വേർപിരിയേ കൂട്ടനാടങ്കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കക്കറുമ്പി അന്തിക്കുറങ്ങാമത്തി ഞാൻ ഇളങ്ങളിൽ കുളിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം കള്ളിക്കുയിലേ തഞ്ചത്തിന് മീനും പിടിക്കണം വെമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതി മിതിരുതേ അമ്പിളിച്ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതി മിതിരുതേ കുട്ടനാടങ്കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്ന് പാടടി കക്കറുമ്പി അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്ങളിൽ കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. ഇപ്പം നമ്മൾ ഓൺലൈൻ പരിപാടി ചെയ്യുമ്പോൾ അതിൻ്റേതായ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും അല്ലാണ്ട് പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് കൂടെ ഈ ലോക്ക്ഡൗണും ഈ കൊറോണയും ഈ ലോക്ക്ഡൗണും കൂടിയിട്ട് നമ്മൾ ശരിക്കും വെള്ളം കുടിപ്പിച്ചു. പക്ഷേ ഇതിനെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിനൊന്ന് മെരുക്കാനായിട്ട് തീരുമാനിച്ചപ്പോഴാണ് നമ്മൾ ഈ 8-ാം പെരുന്നാളുടെ കാര്യം ഒന്ന് ഉഷാറാക്കി എല്ലാവരും ഒന്ന് ആസ്വദിച്ചൊന്ന് കണ്ടു നോക്കി. സംഭവം ഒരു പഴയ സോങ്ങാണ്, പക്ഷെ സംഭവം കിടക്കുന്നുണ്ട്. ഓക്കെ, എൻജോയ്. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ പുൽമേട്ടിലോ പൂങ്കാറ്റിലോ എങ്ങോ പിറന്നു പണ്ടിളമോളം കൂട്ടിൽ ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം.
മണിത്തെന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും വേനൽ കുരുന്നിന്റെ തൂവല തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിന്റെ ഈണങ്ങളെ തേടുന്ന കാറ്റിന്റെ ഓളങ്ങളിൽ ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമാ പുല്ലാങ്കുഴൽ നാദമാ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുല്ലാനികൾ പൂത്തുലഞ്ഞിടും വേച്ചിൽ പുറം തന്നിലും ആകാശകൂടാരക്കീഴിലെ ആശാമരം ചോട്ടിലും ഈ പാഴ്മുളം തണ്ടുപൊട്ടും വരെ ഈ ഗാനമില്ലാതെയാവും വരെ കുഞ്ഞാടുകൾക്കെന്നും കൂട്ടായിരുന്നിടും ഇടയന്റെ മനമാകുമീ പുല്ലാങ്കുഴൽ നാദമാ. ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ എല്ലാ കലാപരിപാടികളും, അതായത് ഓൺലൈൻ കലാപരിപാടി, ഇതുവരെ കാണാത്ത ഓൺലൈൻ കലാപരിപാടി ഇതോടുകൂടി പതുക്കെ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇനി ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനസ്സുകൊണ്ട് വ്യത്യസ്തമായൊരു വേദിയിൽ നമുക്കിങ്ങനെ ഒത്തുചേരാൻ സാധിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയാം. വളരെ സന്തോഷമാണ്. കാരണം ആർക്കും ഒന്നിച്ച് കൂടാൻ പറ്റിയില്ലെങ്കിലും എല്ലാവരുടെ സന്തോഷത്തിൻ്റെ വേറൊരു പകർപ്പ് അല്ലെങ്കിൽ വേറൊരു രൂപം നമുക്കിവിടെ കാണാൻ പറ്റി. അതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഈ സ്നേഹം, ഈ സന്തോഷം ഒരിക്കലും മറക്കില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുമായ സാഹചര്യത്തിലാണ് എല്ലാവരും കടന്നു പോകുന്നത്. പക്ഷേ നമ്മളൊക്കെ ആ സാഹചര്യം കടന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊരു കാര്യം, പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നന്ദി വാക്ക് പറയുന്നുണ്ട്. ജസ്റ്റ് സീ ദ വീഡിയോ. സ്നേഹം നിറഞ്ഞവരെ, ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ശൗസ്യ പിതാവിൻ്റെ 8ാം തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ വർഷവും പാവട്ടിയിലുള്ള പുത്തൂർ കുടുംബാംഗങ്ങൾ വിശുദ്ധ ഔസേപിതാവിൻ്റെ തീർത്ഥാടനേന്ദ്രമായ പാവട്ടിപ്പള്ളിയിലേക്ക് ഔസേപിതാവിൻ്റെ വള കൊണ്ടുപോകുക എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുള്ളതാണ്. എന്നാൽ ഈ COVID-19 എന്ന മഹാമാരി മൂലം നമുക്ക് ഈ വർഷം അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതിൽ നമുക്ക് എല്ലാവർക്കും പ്രയാസവും വിഷമവുമുണ്ട്. എന്നിരുന്നാലും ഈ ഒരു കൂട്ടിച്ചേരലെ, ഈ പങ്കുവെക്കലെ ഓൺലൈൻ വഴിയാണെങ്കിലും ചെയ്യാൻ സാധിച്ചത് ഒരുപക്ഷെ സത്യത്തിലെ ഈ മഹാമാരിയെ തോൽപ്പിക്കുന്ന നിങ്ങളുടെ സ്നേഹവും ഐക്യവും നല്ല മനസ്സും ഒന്നു മാത്രമാണ്. ജോസഫേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ നിങ്ങളുടെ ഈ കുടുംബ യൂണിറ്റ് അല്ലെങ്കിൽ ഈ കുടുംബ കൂട്ടായ്മയെ കുറിച്ച് പറയുകയുണ്ടായി. 10 വർഷമാണ് ഈ വർഷം ഈ
10ാമത്തെ വാർഷികമാണ് ഈ 2020 നാം ആഘോഷിക്കുന്നത്. ഈ തരുണത്തിലെ ഈ വാർഷികത്തിൻ്റെയും അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന നിങ്ങളുടെ സ്നേഹത്തിൻ്റെ എല്ലാം അകമഴിഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. ഈ അവസരത്തിലെ ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഓരോ വിശുദ്ധനും നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് അവരെ പോലെ വിശുദ്ധിയിൽ വളരുക, അല്ലെങ്കിൽ മറ്റൊരു വിശുദ്ധനാകുക എന്നുള്ളത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നന്മയിൽ വളരുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമുക്ക് നന്മയിൽ വളരാൻ സാധിക്കുക? പ്രത്യേകിച്ച് 5 കാര്യങ്ങൾ നമുക്ക് നന്മയിൽ വളരുവാൻ, അല്ലെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആവശ്യമാണ്. ഒന്നാമത്തത് നന്മ ചിന്തിക്കുക. രണ്ടാമത്തത് നന്മ കാണുക. മൂന്നാമത്തത് നന്മ പറയുക. തുടർന്ന് നന്മ കേൾക്കുക. അഞ്ചാമത്തത് നന്മ ചെയ്യുക എന്നുള്ളതാണ്. നന്മ ചിന്തിക്കുക. കാരണം പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ നന്മ കാണണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് നന്മ ചിന്തിക്കണം. എങ്കിലേ നമുക്ക് നന്മയിൽ കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഈ അവസരത്തിൽ ഞാൻ ഒരു കഥ ഓർമ്മ വരികയാണ്. ഒരു കിണറ്റിൽ നിന്ന് 2 വെള്ളം കോരുന്ന തൊട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ്. ആദ്യത്തെ തൊട്ടി അല്ലെങ്കിൽ ബക്കറ്റ് സംസാരിക്കുക, ഇങ്ങനെ പറയുകയാണ്, നമ്മൾ എത്ര നിർഭാഗ്യവന്മാരാണ്. എല്ലാ ദിവസവും നമ്മുടെ വെള്ളം നിറച്ച് ഈ ഇത്രയും ആഘാതത്തിൽ നിന്ന് നമ്മൾ തൊട്ടി നിറച്ച് കൊണ്ടുവരികയാണ്. വെള്ളം കൊടുത്ത് തിരിച്ചു വരുമ്പോൾ വെറും ശൂന്യരാണ്, ഒറ്റ വെള്ളം പോലും നോക്കിയില്ല. ഇത് കേട്ടപ്പോൾ രണ്ടാമത്തെ ബക്കറ്റ് പറയുക, നീ എന്ത് മട്ടത്തിലാണ് പറയുന്നേ? നമ്മള് താഴേക്ക് വരുന്നത്, ഈ കിണറ്റിന്റെ ഉള്ളിലേക്ക് വരുന്നത് ഒട്ടും വെള്ളമില്ലാതെയല്ലേ? പക്ഷെ മറിച്ച് നമ്മൾ കയറി പോകുന്നത് വളരെ സമൃദ്ധമായ വെള്ളം ഉള്ളതല്ലേ? അപ്പോഴ് ഈ വെള്ളം കൊണ്ടല്ലേ നമ്മുടെ ആൾക്കാരും മറ്റു ജീവജാലങ്ങളൊക്കെ ജീവിക്കുന്നത്? അപ്പോഴ് നമ്മൾ ചെയ്യുന്ന വലിയ നന്മയല്ലേ? പ്രിയപ്പെട്ടവരെ, ഒരു പ്രവൃത്തി തന്നെ 2 തരത്തില് 2 ആറ്റിറ്റ്യൂഡിലെ അല്ല ആംഗിളിൽ കാണുന്നത് കണ്ടില്ലേ? ആദ്യത്തെ ബക്കറ്റ് വളരെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ പെസിമിസ്റ്റിക് ആയിട്ട് കണ്ടു. എന്നാൽ രണ്ടാമത്തെ ബക്കറ്റ് വളരെ പോസിറ്റീവ് ഒപ്റ്റിമിസ്റ്റ് ആയിട്ട് കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്കും ജീവിതത്തിൽ ആവശ്യം. ഞാൻ ഈ അവസരത്തിലെ ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസ് പറഞ്ഞ ഒരു വചനമുണ്ട്. അദ്ദേഹം ഒരിക്കല് ഒരു ചീഞ്ഞ ആപ്പിളായിട്ട് തന്റെ ശിഷ്യരുടെ അടുത്തേക്ക് വരിക. എന്നിട്ട് ചീഞ്ഞ ആപ്പിൾ കാണിച്ചിട്ട് പറഞ്ഞു, ഈ ആപ്പിള് നല്ലതാണോ എന്ന് ചോദിച്ചു. അപ്പോഴ് ഈ ശിഷ്യര് പറഞ്ഞു, അത് വളരെ ചീഞ്ഞതാണ്, വളരെ മോശമാണ്, അത് ദൂരെ കളയുക. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, ശരിയാണ്, ചീഞ്ഞ ആപ്പിളാണ്. പക്ഷെ ഈ ചീഞ്ഞ ആപ്പിളിന്റെ ഉള്ളില് നല്ല വിത്തുകളുണ്ട്. ആ നല്ല വിത്തുകള് നല്ല ആപ്പിൾ തൈകൾക്കും പഴങ്ങൾക്കും കാരണമാകും. പ്രിയപ്പെട്ടവരെ, ശരിയാണ്. എത്ര മോശമായൊരു വ്യക്തിയാണെങ്കിലും ദൈവം നല്ല വിത്തുകള് ആ വ്യക്തിയുടെ ഉള്ളിൽ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കള് ഇന്ന് കുറെ പ്രോഗ്രാമുകളെല്ലാം കാണിച്ചു. അവര് എല്ലാവിധം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞവരാണ്. നമുക്ക് ഈ കുഞ്ഞുമക്കളെ ഓർത്ത് നന്ദി പറയാം. അവരിൽ ദൈവം നിക്ഷിപ്തമായിരിക്കുന്ന നന്മയുടെ വിത്തുകളെ പ്രോത്സാഹിപ്പിക്കുവാനും അതിനു വേണ്ട എല്ലാം കൊടുക്കുവാൻ സാഹചര്യം ഒരുക്കേണ്ടത് മാതാപിതാക്കളായ നമ്മുടെ കടമയാണ്. അതുകൊണ്ട് പരസ്പരം വളർത്താനും ഈ തിരുനാൾ ദിവസം നമുക്ക് സാധിക്കട്ടെ. നന്മയുടെ വ്യക്തികളായി, സ്നേഹത്തിന്റെ മക്കളായി പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കുവാനും തിരുനാൾ നമ്മെ പഠിപ്പിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി 8ാം ഇടത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ദൈവാലയം നേർന്നു കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ 2020 ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തെ പുത്തൂര് വൈദ്യുത കുടുംബ സംഭവത്തിന് ഇവിടെ തിരിച്ചറിയുകയാണ്. കഴിഞ്ഞുപോയ സമയങ്ങളിൽ മനസ്സുകൊണ്ട് നാം ഒരുമിച്ച് ചേർന്നപ്പോൾ പഠിച്ചതും പകർന്നതും ഒരു അതിജീവനത്തിന്റെ പാഠമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്ത് നിറഞ്ഞ മനസ്സുകളിൽ, നിറഞ്ഞ ചിരികളിൽ, സഹോദരങ്ങളിൽ ഉയരുന്ന സന്തോഷത്തിനായി വീണ്ടും നമുക്ക് ഇനി 2021 ഒത്തുകൂടാം. ഒത്തിരി സ്നേഹത്തോടെ, 1000 ഉമ്മകളോടെ ചങ്ങാതിക്കൂട്ടത്തിന്റെ ഈ സ്നേഹക്കാഴ്ചയ്ക്ക് നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു. അതെ, നമ്മൾ ഇനി അടുത്ത കൊല്ലം കാണും. നമ്മൾ തകർക്കും അടുത്ത കൊല്ലം. ഇതിനേക്കാൾ സൂപ്പറായി, ഇതിനേക്കാൾ വേറെ ലെവലായി, വേറെ സ്റ്റേജിൽ, പല രീതിയിൽ
പല സൈസിൽ നമ്മൾ ഇനിയും നമ്മൾ കാണും. ആഘോഷപരമായി വീണ്ടും നമുക്ക് ഒരു കൊല്ലം കാത്തിരിക്കാം. ടേക്ക് കെയർ, ബൈ, see you next year with the full energy. The energy level is high, blasting the performance to all the way. Thank you all. Nothing but a test for my brethren, for my loved ones and my element. This be my throne, this my ring, I'm the king. This is what I represent, I am destined to win. Forgive me for my sins as I walk through the valley. This war about to begin as I go part to part. Fist blessed from God, you know what I am and you know what I lost as I fight.